യാതൊരു അടിസ്ഥാനവുമില്ലാതെ മിത്തുകളെ ചരിത്രത്തോടും ശാസ്ത്രത്തോടും കൂട്ടിക്കെട്ടുന്ന സമീപനങ്ങളെ, ഒന്നുകൂടി പതിക്കറിയാം, യാതൊരു അടിസ്ഥാനവുമില്ലാതെ മിത്തുകളെ ചരിത്രത്തോടും ശാസ്ത്രത്തോടും കൂട്ടിക്കെട്ടുന്ന സമീപനങ്ങളെ, ഉദാഹരണത്തിന് ചാണകത്തിൽ നിന്നും പ്ലൂട്ടോണിയം ഉണ്ടാക്കാം എന്ന് തുടങ്ങിയ പരാമർശങ്ങളിലൂടെ ഒരു സമൂഹത്തെ അപമാനിച്ച ഉദിത് ചൈതന്യയോടൊന്നും താങ്കളെപ്പോലുള്ളവർ ഇതുവരെ എവിടെയും മറുപടിയൊന്നും കൊടുത്തു കണ്ടില്ല. ഭാരതത്തിൻ്റെ ശരിയായ ശാസ്ത്ര പൈതൃകം ഇപ്പറഞ്ഞ അളിഞ്ഞ അപഹാസ്യതകൾക്ക് അപ്പുറമല്ലേ? അത് ഉയർത്തിക്കാട്ടാൻ ആരും ഇതുവരെ പരിശ്രമിക്കാത്തതിൻ്റെ കാരണം എന്തൊക്കെയാണ്? ഇവിടെ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നത് സ്വാമി ചിദാനന്ദപുരി എന്ന വ്യക്തിയോടാണ്. സ്വാമി ചിദാനന്ദപുരി എന്ന വ്യക്തിയുടെ പ്രഭാഷണങ്ങളിൽ സ്വാഭാവികമായി തെറ്റുകൾ സംഭവിക്കാം. മനുഷ്യനാണ്, മനുഷ്യർക്ക് തെറ്റ് സംഭവിക്കാം. പക്ഷേ ആ തെറ്റ് സ്വയം തിരിച്ചറിഞ്ഞാലോ മറ്റാരെങ്കിലും ചൂണ്ടിക്കാണിച്ചാലോ തിരുത്തുക എന്നുള്ളത് അത് മനുഷ്യന് ആവശ്യമുള്ള അനിവാര്യമായ സ്വഭാവവിശേഷമാണ്. അതിന് വിരുദ്ധമായി സ്വാമി ചിദാനന്ദപുരി എന്ന് പറഞ്ഞ വ്യക്തി ഇക്കഴിഞ്ഞ 36 വർഷങ്ങളായിട്ട് ഒളിച്ചൊരു സ്ഥലത്ത് ഇരിക്കുന്ന ആളല്ല, നിത്യവും സമാജവുമായി ബന്ധപ്പെടുന്ന ആളാണ്. ഏത് പ്രഭാഷണത്തിൽ പോയാലും ചോദ്യോത്തരങ്ങൾ അനുവദിക്കാറുണ്ട്. അത് കൂടാതെ ആർക്കും പ്രാപ്യനുമാണ്, അപ്രാപ്യനൊന്നുമല്ല. നമ്മളെ ചുറ്റും കുറേ ബലവാന്മാരെ വെച്ചിട്ട് ആരെയും അടുപ്പിക്കാത്ത രീതിയിലുള്ള സഞ്ചാരങ്ങളൊന്നും നമുക്ക് പതിവില്ല. നമ്മൾ സമൂഹമായിട്ട് ബന്ധപ്പെട്ട് ഇഴുകിച്ചേർന്നാണ് സഞ്ചരിക്കുന്നത്. അതറിയുന്നവർക്കൊക്കെ അറിയാം. നമ്മളിങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കാം, നിങ്ങൾ എന്താ അങ്ങനെ വിഡ്ഢിത്തം പറഞ്ഞത് എന്ന് ചോദിക്കാം. ഇനി ചാണകത്തിൽ നിന്ന് പ്ലൂട്ടോണിയം ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലയോ എനിക്കറിയില്ല. അറിയാത്ത വിഷയം എങ്ങനെയാണ് പറയുക? ഇപ്പോൾ നമ്മുടെ ഗീർ പശുവിൻ്റെ മൂത്രത്തിൽ നിന്ന് സ്വർണം വേർതിരിച്ചിട്ടുണ്ട് ശാസ്ത്രജ്ഞന്മാർ. അത് ലബോറട്ടറിയിൽ ചെയ്തിട്ടുള്ള വിഷയമാണ്. പക്ഷേ വലിയ പ്രയാസമുള്ള സ്വർണം എന്ന് പറഞ്ഞാൽ 22 കാരറ്റ് സ്വർണം വേർതിരിച്ചു എന്നല്ല പറഞ്ഞത്, ഗോൾഡ് പാർട്ടിക്കിൾസ് വേർതിരിച്ചിട്ടുണ്ട്. അത് ഗോൾഡ് കണ്ടൻറ്റ് വളരെ കൂടുതലാണ് ഗീർ പശുവിൻ്റെ മൂത്രത്തിൽ എന്നുള്ളത് സ്ഥാപിതമായ വിഷയമാണ്. അതുപോലെ ചാണകത്തിൽ പ്ലൂട്ടോണിയം ഉണ്ടോ ഇല്ലയോ എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല, എനിക്ക് അറിയാത്ത പറയില്ല. ഇനി അടുത്ത ഘട്ടത്തിൽ ഗീർ പശുവിൻ്റെ മൂത്രത്തിൽ നിന്ന് സ്വർണം വേർതിരിച്ചു എന്ന് ഞാൻ വായിച്ച സയൻറ്റിഫിക് ആർട്ടിക്കിൾ, ശാസ്ത്രീയ ലേഖനം, അത് വിഡ്ഢിത്തമായിരുന്നു എന്ന് ആരെങ്കിലും തെളിയിച്ചാൽ പിന്നെ ഞാൻ പറയുകയില്ല. ഇന്ന് വരെ ആരും അത് എതിർത്തിട്ടില്ല. ചാണകത്തിൽ നിന്ന് പ്ലൂട്ടോണിയം എനിക്ക് അറിയില്ല, അറിയാത്ത വിഷയമാണ്. അപ്പം ഇത് പറയുന്ന ആൾ ഇപ്പോൾ ജീവനോട് കൂടിയുള്ള ആളാണ്. അദ്ദേഹത്തോട് ചോദിക്കാം. അദ്ദേഹം സമാജത്തിൽ ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ആളാണ്. പലയിടങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഭാഗവത സപ്താഹങ്ങളും മറ്റുമുണ്ട്. ആർക്കും സമീപിക്കാം, ചോദിക്കാം, എന്താ അങ്ങനെ പറഞ്ഞത് ബ്രഹ്മചാരി, അങ്ങ് എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, എന്തെങ്കിലും ശാസ്ത്രീയത ഇതിനുണ്ടോ എന്ന് നേരിട്ട് ചോദിക്കാം. അപ്പോഴാണ് നിങ്ങളെപ്പോലുള്ളവർ തിരുത്തിയില്ല. മറ്റൊരാളെ തിരുത്താൻ ഞാനാരാ? നമുക്കെന്ത് അധികാരം? അങ്ങനെയാണെന്ന് വെച്ചാൽ എന്തൊക്കെ തിരുത്താനുണ്ടാവും. ഒരു തലമുടി കൊണ്ടുവന്നിട്ട് ഇത് മുഹമ്മദ് നബിയുടെ തലമുടിയാണ്, ഇത് മുഹമ്മദ് നബിയുടെ തലമുടിയാണ് എന്ന് പറഞ്ഞിട്ട് അതിനു വേണ്ടി വലിയ ധനസമാഹരണം ചെയ്ത് പള്ളി പണിയുന്നുണ്ട്. അതിനെ ഞാനാരാ എതിർക്കാൻ? അതിനെ ഞാനാരാ അനുകൂലിക്കാൻ? അതെൻ്റെ വിഷയമല്ല. അത് ശരിയാണോ തെറ്റാണോ അദ്ദേഹത്തിനെ അറിയുള്ളൂ, എനിക്കറിയില്ല. അല്ലെന്ന് പറയാൻ ഞാനാരാ? ഞാൻ കണ്ടുണ്ടോ മുഹമ്മദ് നബിയുടെ തലമുടി അല്ലാന്ന്? എനിക്ക് പറയാൻ പറ്റുമോ മുഹമ്മദ് നബിയുടെ തലമുടി ആണെന്ന്? രണ്ടും പറയാൻ എനിക്ക് പറ്റില്ല. ക്രിസ്ത്യൻ സമൂഹത്തിൽ ഒരുപാട് തിരുശേഷിപ്പുകളുമായിട്ടുള്ള എഴുന്നള്ളിപ്പുണ്ട്. 100 കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ച പുണ്യാളന്മാരുടെ ശരീരാവശിഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ എല്ല്, അവരുടെ ശിരസ്, അവരുടെ ശരീരം, അത് ഇത് ഒക്കെ കൊണ്ട് ഗ്ലാസ് ചേംബറിലാക്കിയിട്ട് എഴുന്നള്ളിക്കും. ഭക്തന്മാർ പോയി വണങ്ങും. ഇതൊക്കെ വെഡിത്താണ് എന്ന് പറയാൻ എനിക്കെന്താ അധികാരം? ഇത് അവരുടെ തിരുശേഷിപ്പൊന്നും അല്ല എന്ന് പറയാൻ ഞാനാരാ? ചിന്തിച്ചു നോക്കൂ. നിവർത്തിപ്പിടിച്ച വാളിൻ്റെ ഉള്ളിലൂടെ ഞാൻ ഓടിയ ചരിത്രമൊക്കെ പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. അവരത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കെങ്ങനെ അറിയാം?
അസിപത്രകാനനം എന്നൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് പുരാണങ്ങളിൽ. അപ്പോൾ ഈ അസിപത്രകാനനത്തിൻ്റെ മധ്യത്തിലൂടെ ഇയാൾ അങ്ങനെ സഞ്ചരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കെങ്ങനെ അറിയും? ഞാൻ കണ്ടിട്ടുണ്ടോ? അതുകൊണ്ട് എനിക്ക് അത് എതിർക്കാൻ പറ്റുമോ? ഇല്ല. അനുകൂലിക്കാൻ പറ്റുമോ? ഇല്ല. ഞാൻ എൻ്റെ പണി നോക്കുന്നു. എനിക്ക് അറിയുന്നതും എൻ്റെ അനുഭവത്തിൽപ്പെട്ടതും എൻ്റെ ബുദ്ധിക്ക് ഉത്തമ ബോധ്യമുള്ളതും മാത്രമാണ് ഞാൻ പറയണത്. അത്രയല്ലേ പറയാൻ നോക്കൂ. അതുകൊണ്ട് മറ്റുള്ളവരെ തിരുത്താൻ ഞാനാര്? താങ്കളെപ്പോലുള്ളവർ ഇതുവരെയും മറുപടിയൊന്നും കൊടുത്തു കണ്ടില്ല. അത്തരമൊരു സന്ദർഭം വന്നാൽ കൊടുക്കും. സന്ദർഭം വന്നിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചിരിക്കുന്നു. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങളിങ്ങനെ പറഞ്ഞത് ശരിയാണോ? ചോദ്യം എന്നോടാണെങ്കിൽ മാത്രം ഞാനതിന് മറുപടി പറയും, അല്ലെങ്കിൽ പറയില്ല, കയറി പറയില്ല. ഇതൊക്കെ സാമാന്യ മര്യാദകളുണ്ട് വ്യവഹാരത്തിൽ. അത് നമ്മൾ ശീലിക്കും. സത്യമാണോ അസത്യമാണെന്ന് അറിയാത്ത ഒരാൾ എങ്ങനെയാണ് അതിനെക്കുറിച്ച് അഭിപ്രായം പറയുക? ഇനി തെറ്റാണെന്ന് അറിഞ്ഞാൽ ഞാൻ കയറി അഭിപ്രായം പറയുമോ? ഒരിക്കലും ഇല്ല, ഒരിക്കലും ഇല്ല. അങ്ങനെ എന്തെല്ലാം നമ്മുടെ ചുറ്റുപാടിലുണ്ട്. അതൊക്കെ നിരീക്ഷിച്ച് അതിനൊക്കെ മറുപടി പറയേണ്ട ആൾക്കാരാണ് നമ്മൾ. ഭാരതത്തിൻ്റെ ശരിയായ ശാസ്ത്ര പൈതൃകം ഇപ്പറഞ്ഞ അളിഞ്ഞ അപഹാസ്യതകൾക്ക് അപ്പുറമല്ലേ ഈ ഒന്നിനെ അളിഞ്ഞ അപഹാസ്യതയാന്ന് മുദ്ര കുത്താതിരിക്കുക. അതാദ്യം ശ്രദ്ധിക്കുക. തെറ്റുകളും ശരികളും ഉണ്ടാവാം. നമ്മുടെ ഒരു ഹ്രസ്വദൃഷ്ടി മാത്രം വെച്ച് അത് തെറ്റെന്ന് മുദ്ര കുത്തരുത്, അത് ശരിയെന്ന് മുദ്ര കുത്തരുത്. ഭാഷ കൂടി ശുദ്ധമാവണം, നന്നാവണം. അത് ഉയർത്തിക്കാട്ടാൻ ആരും ഇതുവരെ പരിശ്രമിക്കാത്തതിൻ്റെ കാരണം എന്തൊക്കെയാണ്? ഇത് ഭാരതത്തിൻ്റെ ശരിയായ ശാസ്ത്ര പൈതൃകം ഉയർത്തി കാണിക്കാൻ എത്ര എത്ര മഹാത്മാക്കൾ പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇത്ര ഉന്നതമായ പൈതൃകം ഉണ്ടെന്ന് നമ്മളൊക്കെ അറിഞ്ഞത്. ഈ എഴുതിയ ആളും ഈ വായിക്കുന്ന ആളും അറിഞ്ഞത്. ഗുരുനാഥന്മാർ, മഹാപുരുഷന്മാർ, തത്വജ്ഞാനികൾ ഉപദേശിച്ചത് കൊണ്ടല്ലേ നമുക്കൊക്കെ അറിഞ്ഞത് ഇത്ര വലിയ മഹത്തമമായ ഒരു പൈതൃകം ഭാരതത്തിനുണ്ടെന്ന്. നേരെ മറിച്ച് വിദ്വാൻമാർ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മൾ അറിയോ? പിന്നെന്താ ആരും ഇതുവരെ പരിശ്രമിക്കാത്തതിൻ്റെ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? ഇത് പറയുമ്പോൾ ഓർമ്മ വരുന്നത്, നമ്മളെ ഒരു സ്ഥലത്ത് ഒരു പ്രഭാഷണത്തിന് വിളിച്ചു. പ്രഭാഷണത്തിനെ വിളിച്ചിട്ട് സ്വാഗതം പറഞ്ഞ ആൾ പറഞ്ഞു, ഇന്നത്തെ സമൂഹത്തിന് യാതൊരു മൂല്യബോധവുമില്ല. ഇപ്പം ശുദ്ധ മൂല്യങ്ങളെക്കുറിച്ച് ചിദാനന്ദപുരി സ്വാമി നമ്മളോട് പറഞ്ഞു തരും. ഞാൻ പറഞ്ഞു, ഞാനിവിടെ പ്രസംഗിക്കില്ല. കാരണം ഇന്നത്തെ സമൂഹത്തിൽ ആർക്കും മൂല്യബോധം ഇല്ല എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ അംഗ ഞാനും. പിന്നെ ഞാനകത്ത് പ്രസംഗിക്കാൻ അധികാരം എനിക്കെന്താ ഉള്ളത്? അപ്പോൾ എനിക്കും മൂല്യബോധം ഇല്ലല്ലോ, പിന്നെ നിങ്ങളെന്തിനാ എന്നെ പ്രസംഗിക്കാൻ പറയുന്നേ? അതുകൊണ്ട് ആരും ബോധിപ്പിക്കുന്നില്ല എന്നുള്ളത് ദയവ് ചെയ്ത് ഈ സഹോദരൻ പറയാതിരിക്കുക. എത്രയോ മഹാപുരുഷന്മാർ നമ്മെ അറിയിച്ചത് കൊണ്ടാണ് നാം അറിഞ്ഞത്. അത് ഓർമ്മിക്കുക. 35 വർഷം നീണ്ട നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കാരണം അക്കാദമിക സമൂഹത്തിൽ നിങ്ങളുടെ വിലയും മതിപ്പും എത്രത്തോളം ഉണ്ടെന്ന് സ്വയം വിലയിരുത്തിയിട്ടുണ്ടോ? ഇല്ല, വിലയിരുത്തിയിട്ടില്ല. ചെയ്യേണ്ടത് ചെയ്തു പോകുന്നു. അന്നന്ന് ചെയ്യാൻ വന്നു ചേരുന്നതിന് ചെയ്യുന്നു. മറ്റൊരാൾ നമ്മളെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് നമ്മൾ ഇതുവരെ വിലയിരുത്തിയിട്ടില്ല. പൂജിക്കുന്നവരുണ്ടാവാം, നിന്ദിക്കുന്നവരുണ്ടാവാം, സ്തുതിക്കുന്നവരുണ്ടാവും, അപഹസിക്കുന്നവരുണ്ടാവും. അതിനുള്ള സ്വാതന്ത്ര്യം അവരവർക്കുണ്ട്. നമ്മൾ ഗുരുനാഥൻ കാണിച്ചു തന്ന, ശാസ്ത്രം ഉപദേശിച്ച, ഋഷീശ്വരന്മാർ കാണിച്ചു തന്ന ആ മാർഗത്തിൻ്റെ മഹിമ സ്വന്തം ബുദ്ധിക്ക് ബോധിച്ച രീതിയിൽ എങ്ങനെ വാക്കുകൾ പുറത്തേക്ക് പ്രവഹിക്കുന്നുവോ ആ രീതിയിൽ വാക്കുകളിലൂടെയും മറ്റ് വ്യവഹാരങ്ങളിലൂടെ അടുത്തിടപഴകുന്നവർക്കും നമ്മൾ പങ്കുവയ്ക്കുന്നു. അതിൽ ഞാൻ ഇന്ന് വരെ വിലയിരുത്താൻ നോക്കിയിട്ടില്ല. ഈ ശരീരത്തിലെ കാറ്റ് പോണ വരെ വിലയിരുത്താനുള്ളൊരു മനോഭാവം ഉണ്ടാവരുതേന്ന് സങ്കല്പിക്കുകയും ചെയ്യുന്നു. ഇത്ര പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് വിലയിരുത്തിയിട്ടില്ല, വിലയിരുത്തുകയുമില്ല. അക്കാദമിക തലത്തിലുള്ള ബൗദ്ധിക നേതൃത്വവും മാധ്യമ പ്രവർത്തകരും ഗൗരവപ്പെട്ട വായനക്കാരും ചിന്തകരും നിങ്ങളെപ്പോലുള്ളവരുടെ ഇടപെടലുകൾ എത്ര അപഹാസ്യമായും കളിച്ചിരി തമാശകളോടെയുമാണ് കാണുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്, തീർച്ചയായിട്ടുമുണ്ട്. പക്ഷേ ഈ സഹോദരൻ ഒന്ന് മനസ്സിലാക്കുക, ഈ കളിച്ചിരി തമാശയോടെ അപഹാസ്യമായി കാണുന്നത് ഇട്ടാവട്ടത്തിലുള്ള കേരളത്തിൽ മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. അതും ഏവരും അല്ല. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള യൂണിവേഴ്സിറ്റികളിൽ
നമ്മൾ പോയി വിദ്യാർത്ഥികൾക്കോ റിസർച്ച് സ്കോളേഴ്സിനോ ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ അത് ഈ പാഞ്ചഭൗതികമായ ശരീരത്തിൻ്റെ മഹിമ കൊണ്ടല്ല. അത്രേ ഇപ്പോൾ പറയുന്നുള്ളൂ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള യൂണിവേഴ്സിറ്റികളിലോ അതുപോലെ ഹയർ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിലോ അവിടെ ക്ലാസ് എടുക്കാനും പ്രഭാഷണം ചെയ്യാനും വിളിക്കുന്നുണ്ടെങ്കിൽ അത് ഇതിൻ്റെ സൗന്ദര്യം കണ്ടിട്ടല്ലല്ലോ. അത്ര സൗന്ദര്യമൊന്നും നമുക്കില്ലല്ലോ. നമ്മുടെ ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ അപഹസിച്ചാൽ എനിക്കെന്ത് വേണം? അതുകൊണ്ട് ഞാൻ താഴുവോ? ഇവർ പുകഴ്ത്തിയാൽ എനിക്കെന്ത് വേണം? ഞാനതുകൊണ്ട് പൊങ്ങുവോ? രണ്ടുമില്ല. ഇതൊക്കെ എന്തിനു പറയുന്നു എന്ന് ചോദിച്ചാൽ എൻ്റെ കേമത്തരം പറയാനല്ല. സഹോദര, ഹ്രസ്വദൃഷ്ടിയിൽ ആരെയും വിലയിരുത്താതിരിക്കുക. പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ. അതുകൊണ്ട് ഈ കേരളത്തിൽ കുറച്ച് മാധ്യമപ്രവർത്തകർ അപഹസിച്ചാൽ നമ്മൾ താഴാനും പോകുന്നില്ല, കുറച്ച് പേര് പുകഴ്ത്തിയാൽ നമ്മൾ ഉയരാനും പോകുന്നില്ല. അഹമേ വാഹം, ഞാൻ തന്നെയാണ്. അത് നീ എന്ത് പറഞ്ഞാലും അതല്ലാണ്ടാവില്ല. ആ ഒരു ബോധം ഉറച്ചിട്ടേ ഈ സമൂഹത്തിൽ ഇറങ്ങി വന്നിട്ടുള്ളൂ. അത് മനസ്സിലാക്കുക. അതുകൊണ്ട് മാധ്യമത്തിൽ എഴുതുന്നത് അന്തസ്സായും കേസരിയിൽ എഴുതുന്നത് അവമതിപ്പോടെയും പ്രബുദ്ധ സമൂഹം കാണുന്നത് തന്നെ വലിയ ദൃഷ്ടാന്തമല്ലേ? ആരാ ഈ പ്രബുദ്ധ സമൂഹം? ആരാണ് പ്രബുദ്ധ സമൂഹം? സ്വന്തം അയൽപ്പക്ക രാജ്യത്തിൽ ഹിന്ദുവാണെന്ന ഒറ്റ പേരിൽ ചവിട്ടി ബോധം കെടുത്തപ്പെട്ട് ബോധം പോയ സമയത്ത് ജീവനോടുകൂടി ഒരു സഹോദരനെ കത്തിച്ചാർത്ത് വിളിക്കുന്ന പ്രക്രിയ നടന്നപ്പോൾ അതിനെ അപലപിക്കാൻ നാവില്ലാതെ അമേരിക്ക വെനിസ്വേല പിടിച്ചടക്കിയപ്പോൾ അപലപിക്കുന്നതാണോ പ്രബുദ്ധത? നമ്മുടെ സഹോദരികൾ, വനവാസി സഹോദരികൾ ബലാത്സംഗം ചെയ്യപ്പെട്ട് ഹീനമായി കെട്ടിത്തൂക്കപ്പെട്ടപ്പോൾ ഈ പാലക്കാട് ജില്ലയിൽ അതിനെ അപലപിക്കാതെ കാശ്മീരിൽ നടക്കാത്തത് കൂട്ടിച്ചേർത്ത് പറയുന്നതാണോ പ്രബുദ്ധത? ആൾക്കൂട്ട കൊലപാതകങ്ങൾ മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ മാസം, ഏതാനും വർഷം മുമ്പ് അട്ടപ്പാടിയിൽ, ഈ കേരളത്തിൽ നടന്നപ്പോൾ ഒരക്ഷരം മിണ്ടാൻ കഴിയാതെ നമ്മുടെ ക്യാമറകൾ മുഴുവൻ യു പിയിലേക്ക് തിരിച്ചു വയ്ക്കുന്നതാണോ പ്രബുദ്ധത? ചിന്തിക്കുക. അതുകൊണ്ട് പ്രബുദ്ധ എന്നുള്ള വാക്ക് സ്വയം അപഹാസ്യതയിലേക്ക് നമ്മളെ നയിക്കുന്ന വാക്കാണെന്ന് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നല്ലതായിരിക്കും. അത്രയേ പറയാനുള്ളൂ. മാതൃഭൂമി ചാനലിൽ ധർമ്മപ്രഭാഷണം നടത്താൻ പരിശ്രമിച്ചപ്പോൾ വേണു വറുത്തു പൊരിച്ചത് ഓർമ്മയില്ലേ? ഇല്ലല്ലോ, ഒരിക്കലും ഓർമ്മയില്ല. ഓർമ്മയേ ഇല്ല. വറുത്തു പൊരിച്ച് അങ്ങനെ ഉണ്ടാവുമോ? മറിച്ച് മാതൃഭൂമി ചാനലിലേക്ക്, ഇതാ കോഴിക്കോട് തന്നെയാണ് അവരുടെ ഹെഡ് ഓഫീസ്. കോഴിക്കോട് പ്രൈവറ്റായൊരു മുറിയിലിരുന്നല്ല പറയുന്നത്, പബ്ലിക്കായി മുതലക്കുളം മൈതാനത്താണ്. എന്തെങ്കിലും തെറ്റോ അസത്യമോ പറയുന്നുണ്ടെങ്കിൽ അവർക്ക് എൻ്റെ പേരിൽ കേസെടുക്കാം. വെല്ലുവിളിച്ചുകൊണ്ടാണ് പറയണത്. മാതൃഭൂമി ചാനലിലേക്ക് അവർ സംവാദത്തിന് വിളിച്ച സമയത്ത് നമുക്ക് ഒട്ടും സമയമില്ല, അതുകൊണ്ട് വരില്ല എന്ന് പറഞ്ഞു. മാത്രമല്ല, ഈ ചാനൽ ചർച്ചകളുടെ സ്വഭാവം അത് സംവാദ രൂപത്തിലല്ല, മലയാളികൾക്കിടയ്ക്ക് നടക്കുന്നത് വിവാദ രൂപത്തിലാണ്. എന്താണോ ഒരു ചാനൽ, അതിൻ്റെ സംഘാടകർ അവരുദ്ദേശിക്കുന്നതിനനുസരിച്ച് ഒച്ച വെച്ച് ബഹളം വെച്ച് മറ്റുള്ളവർ ശാസ്ത്രീയമായോ സാത്വികമായി പറയുന്നതിനെ അടിച്ചമർത്തുന്ന രീതിയിലാണ് ചാനൽ ചർച്ചകൾ. അതുകൊണ്ട് സഹോദര, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഒരു തരത്തിലും താല്പര്യമില്ല. അതുകൊണ്ട് ചാനൽ ചർച്ചയ്ക്ക് ഞാൻ വരില്ല, പോവാറില്ല. ഇത് പറഞ്ഞ സമയത്ത് മാതൃഭൂമി ചാനലിൻ്റെ ഔദ്യോഗിക അധികാരികൾ, ശ്രീ വേണുവാണോ അല്ലയോ എന്ന് എനിക്ക് ഓർമ്മയില്ല, കാരണം ഫോണിലൂടെയാണ് സംസാരിക്കുന്നത്, നേരിട്ടല്ല. സ്വാമിജി, അങ്ങ് ഡിബേറ്റിൻ്റെ ഭാഗമാകണ്ട, ഡിബേറ്റിൻ്റെ ഭാഗമായിട്ട് അങ്ങ് വരണ്ട, ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാം, അതിന് അങ്ങ് മറുപടി പറയണം. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും പറയാം, ചോദിച്ചോളൂ, പറയാം. പക്ഷെ ഒരു കണ്ടീഷൻ, അത് ഡിബേറ്റിൻ്റെ ഭാഗമായിട്ട് കൊടുക്കരുത്, അത് പ്രത്യേകം കൊടുക്കണം. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അദ്ദേഹം ഫോണിലൂടെ ചോദിച്ചു, ഞാൻ ഫോണിലൂടെ മറുപടി പറഞ്ഞു. പിന്നീട് വന്ന സമയത്ത് ഇത് ഡിബേറ്റിൻ്റെ ഭാഗമായിട്ടാണ് വെച്ചിട്ടുള്ളത്.
ഡിബേറ്റിൻ്റെ ഭാഗമായിരുന്നെങ്കിൽ സാമാന്യ യുക്തിയുള്ളവർക്ക് ചിന്തിക്കാം, ചിദാനന്ദപുരസ്വാമി ആ ഡിബേറ്റിൻ്റെ അവസാനം വരെ ഉണ്ടാകേണ്ടതായിരുന്നു. ആദ്യത്തെ കേവലം 14 മിനിറ്റ് സമയം മാത്രമാണ് ചിദാനന്ദപുരസ്വാമി ഉണ്ടായത്. അഥവാ ഡിബേറ്റ് അംഗമായിരുന്നെങ്കിൽ അതിനുശേഷവും ചിദാനന്ദപുരസ്വാമിയോട് ചോദിക്കേണ്ടതും മറുപടി പറയേണ്ടതുമായിരുന്നു. ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും അത് എഡിറ്റ് ചെയ്ത് ചേർത്തതാണെന്ന്. നമ്മളതിനെതിരെ കേസ് കൊടുക്കാനൊന്നും പോകുന്നില്ല. കാരണം അത് അവർക്ക് കൊള്ളാം. മാധ്യമധർമ്മം പാലിച്ചാൽ അത് നല്ലതാണ്. മാധ്യമധർമ്മം പാലിക്കാതെ ഇത്തരം ചതികൾ ചെയ്യാൻ ആർക്കും സാധിക്കും. അതുകൊണ്ട് അത് കേട്ടിട്ട് നിർത്തിപ്പൊരിച്ചല്ലോ എന്നൊക്കെ പറയുകയാണെങ്കിൽ അതിന് നിവൃത്തിയില്ല. ഏതായാലും ഇത്തരം ഒരു ചോദ്യം ചോദിച്ചത് കൊണ്ട് ഇങ്ങനെയാണ് വസ്തുത എന്ന് പറയാൻ ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. സാധാരണഗതിയിൽ ഇതൊന്നും നമുക്ക് ഓർമ്മയിലേ ഉണ്ടാവില്ല. അപ്പപ്പ കഴിഞ്ഞു. പക്ഷെ ഇതെങ്ങനെയോ ഇപ്പോൾ പറഞ്ഞു. ഈ ചോദ്യം വായിച്ചപ്പോൾ ഓർമ്മ വന്നതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ, അസത്യമുണ്ടെങ്കിൽ മാതൃഭൂമി ചാനലുകാർക്ക് ചിദാനന്ദപുരസ്വാമിക്കെതിരായിട്ട് കേസ് കൊടുക്കാം. ഇതിൽ പരം എന്ത് പറയാനാ? ഇത് ഓർമ്മ ശരിയാണെങ്കിൽ ശബരിമല യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട ആ ഒരു വിവാദം സമൂഹത്തിൽ നടക്കുന്ന കാലത്തായിരുന്നു എന്നാണ് ഓർമ്മ. ഉറപ്പില്ല ഏതായിരുന്നു സന്ദർഭം എന്ന് ഓർമ്മയില്ല. പക്ഷെ ഇങ്ങനൊരു അനുഭവം ഓർമ്മയുണ്ട്. അവരോട് പ്രത്യേകം പറഞ്ഞു, നിങ്ങളുടെ ഡിബേറ്റിൻ്റെ ഭാഗമായിട്ട് വെക്കരുത്, ഇത് വേറെ തന്നെ ആയിരിക്കണം, ഞങ്ങൾ അങ്ങനെ കൊടുക്കൂ എന്ന് വാക്ക് പറഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഡിബേറ്റിൻ്റെ ഭാഗമായിട്ടത് ആരംഭ ഭാഗത്ത് വെച്ചത്. പിന്നെ അതിനെക്കുറിച്ച് സ്വാമി പറഞ്ഞതിൽ, ചിദാനന്ദപുരസ്വാമി പറഞ്ഞതിൽ വിഡ്ഢിത്തരത്തെക്കുറിച്ച് വേറെ സ്വാമിമാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ചർച്ചയിൽ. അതിന് ചിദാനന്ദപുരസ്വാമി ഇല്ലല്ലോ. ഗോളി ഇല്ലാതെ ഗോൾ പോസ്റ്റിലേക്ക് പന്ത് തട്ടിയാൽ ഗോളാവുമോ? അറിയില്ല. വലിയ പന്ത് കളി കഴിഞ്ഞു, പോയി, ഗോൾ പോസ്റ്റ് അവിടെ ഉണ്ട്, ഞാൻ വന്ന് പന്തടിച്ചു, ഹേയ് ഗോൾ. അവിടെ കളിച്ചിരുന്നത് അർജന്റീനയ്ക്കെതിരായിട്ട് ചിദാനന്ദപുരസ്വാമി ഗോൾ അടിച്ചു പറഞ്ഞാൽ എന്താ ചെയ്യുക? എനിക്ക് പന്ത് കളി തന്നെ അറിയില്ല. സത്യം പറഞ്ഞാൽ എന്താ, കൊച്ചു കുഞ്ഞാവുമ്പം കുറച്ചൊക്കെ തട്ടി കളിച്ചിട്ടുണ്ടെന്നല്ലാതെ അറിയില്ല. പക്ഷെ ഞാൻ അഭിമാനിക്കുക. എന്തർത്ഥമുള്ളത്? അതുകൊണ്ട് ഈ നിർത്തിപ്പൊരിക്കലൊന്നും ഇല്ല, ഇതിലൊന്നും ഒരു കഴമ്പും ഇല്ല. ഇനി അഥവാ പൊരിച്ചു എന്നാരെങ്കിലും വിചാരിച്ചാൽ അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഈ സംവാദം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. അത് നിർത്തിപ്പൊരിക്കാനുള്ള സാധനമല്ല, അത് അറിവുകളെ പങ്കുവെക്കാനുള്ളതാണ്, ആശയങ്ങളെ ഉരുത്തിരിയിച്ചെടുക്കാനുള്ളതാണ്. അപ്രകാരമുള്ള നല്ല ആരോഗ്യകരമായ സംവാദങ്ങൾ നമ്മുടെ നാട്ടിൽ ധാരാളം ഉണ്ടാകണം. ഈ അടുത്ത കാലത്തായിട്ട് അത്തരം നല്ല സംവാദങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ശ്രീ രവിചന്ദ്രൻ ജിയുടെ നേതൃത്വത്തിലുള്ള എസൻസിൻ്റെ ആഭിമുഖ്യത്തിൽ ചില സംവാദങ്ങൾ ഈ അടുത്ത കാലത്ത് കാണുകയുണ്ടായി. നമ്മളെ കോഴിക്കോട് തന്നെയുള്ള ഷാബു പ്രസാദ്, അതുപോലെ രവിചന്ദ്രനൊക്കെ പങ്കെടുത്ത ചിലത് വളരെ ആരോഗ്യകരമായിട്ട്. അതുപോലെ നമ്മളും നമ്മളെ സനൽ ഇടമറുകും തമ്മിൽ ഭഗവത്ഗീതയെക്കുറിച്ചൊരു സംവാദം ഉണ്ടായിരുന്നു, വളരെ ആരോഗ്യകരമായിട്ട്. ആരോഗ്യകരമായ സംവാദം എന്തെന്ന് ആദ്യം മനസ്സിലാക്കണം. അത് ബഹളം വെക്കലോ മറ്റൊരാളെ കീഴ്പ്പെടുത്തലോ അല്ല. അത് ഇന്നത് എഡിറ്റ് ചെയ്താലും ഒക്കെ നമുക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ. മറിച്ച് ആശയങ്ങളെ ആശയം കൊണ്ട് സംവദിക്കുക. വാദേ വാദേ ജായതേ വസ്തുബോധ, വാദത്തിൽ വസ്തുബോധമുണ്ടാകും എന്നുള്ള നൈയായികമായ ആശയത്തിനനുസൃതമായിട്ടാണ് ആരോഗ്യകരമായ ചർച്ച നടക്കേണ്ടത്. ഇന്ന് മലയാളം ചാനലുകളിൽ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെ നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം. കാരണം ഒരു പ്രീസെറ്റ് അജണ്ട നമുക്കുണ്ടാവും. അതിലേക്ക് എത്തിക്കുന്നതിനാണ് പലപ്പോഴും ആരായാലും ഇന്ന് നടത്തി കാണുന്നത്. അത് സംവാദമല്ല. അവിടെയാണ് ഈ നിർത്തിപ്പൊരിക്കലും ഒക്കെ വരുന്നത്. ഏതായാലും അഥവാ നിർത്തിപ്പൊരിച്ചിട്ടുണ്ടെങ്കിലോ അതിന് ശേഷം രണ്ടാമതും പുനർജനിച്ചല്ലോ. അതുകൊണ്ട് ഞാനൊരു എന്താ പറയുക, ഉയർത്തെഴുന്നേറ്റവനായാൽ നിങ്ങൾക്കൊക്കെ പൂജിക്കാട്ടോ. അതുകൊണ്ട് സഹോദര, അത്തരം വിഡ്ഢിത്തങ്ങൾ, ഹ്രസ്വബുദ്ധികൾ നമുക്കില്ലാതിരിക്കട്ടെ എന്ന് മാത്രം പറയുകയാണ്.